ഡാൻസ് രസമുണ്ട്. താങ്ക് യു. കൊള്ളാലോ. സ്വൈപ്പ് ചെയ്യാലോ അല്ലേ? എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാ ഓക്കെ. കരയുന്ന കൂടി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ അതെ. എന്തിനാ? ഇന്നിപ്പോൾ നീ ഫംഗ്ഷന് പോയപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തല്ലോ, അതൊക്കെ എന്തിനാ? അങ്ങനെ ചോദിച്ചാൽ പിന്നെ അതൊക്കെ എടുത്ത് നോക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. ബൈ ചാൻസ് നോക്കിയാൽ നമ്മൾ മൊത്തൊരു പുഞ്ചിരി ഉണ്ടാവില്ലേ, ആ ദിവസവും ആ മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഓർമ്മയിൽ വരും. അത്ര തന്നെ ഉള്ളൂ. കരയുന്നത് ഒരു മൊമെൻറ്റാ, ഒരു കൈൻഡ് ഓഫ് ഓർമ്മപ്പെടുത്തില്ല. അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ സന്തോഷം മാത്രമാണ് എഴുതുന്നത്. ആ പിന്നീട് മറിച്ച് നോക്കുമ്പോൾ അന്നത്തെ സിറ്റുവേഷൻസും ഇപ്പോഴത്തെയൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താറില്ലേ? എന്നിട്ട് അങ്ങനെ മറിച്ച് നോക്കാറുണ്ടോ? ഐ മീൻ വീഡിയോ നോക്കാറുണ്ടോ? ഉവ്വ്. ഈ ചില സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ അന്ന് നമുക്കത് വലിയ സംഭവമായിരിക്കും, പിന്നീട് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അത് പിന്നെ ഓർക്കണത് ഒരു ഇമോഷനല്ലേ. ഞാൻ നോക്കാറുണ്ട്, കുറച്ചു നേരം ആ ഇമോഷനിലും ആ മൊമെൻറ്റിലൊക്കെ എനിക്ക് ജീവിക്കാൻ പറ്റാറുമുണ്ട്. എൻ്റെ ഒരു ഹാബിറ്റാ. നല്ല ഹാബിറ്റാ. കീപ് ഇറ്റ് അപ്പ്. ഓ താങ്ക്സ്. എനിക്ക് കൺവിൻസ് ആയിട്ടില്ല, അതെനിക്ക് മനസ്സിലായി. കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്ന വടക്കുന്നാലിലൊരു ഡാൻസ് പെർഫോമൻസ് ചെയ്യണം. പല കാരണങ്ങളും അത് നടന്നില്ല. കഴിഞ്ഞ വർഷം നടക്കേണ്ടതായിരുന്നു, പക്ഷേ എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അത് നടന്നില്ല. അന്ന് ഞാൻ കരഞ്ഞ വീഡിയോ നീ കണ്ടത്. ആ ഡാൻസാണ് ഇന്നലെ നടന്നത്. ഇന്ന് രാത്രി ഞാൻ കിടക്കുമ്പോൾ ഈ 2 വീഡിയോസും കാണുമ്പോൾ ഉണ്ടാവുന്ന എൻ്റെ ഒരു ഫീല്, അതിനെക്കുറിച്ച് ആലോചിച്ചാൽ നിനക്ക് ചിലപ്പോൾ മനസ്സിലാവും.